പരീക്ഷാ ക്രമക്കേടുകൾ ഇല്ലാതാക്കാൻ നിർണായക ചുവടുവയ്പ്പുകളാണ് മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ദൗത്യമിനി ടാസ്ക് ഫോഴ്സിനും പ്രമുഖ സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിലാണ് ഇത്. 6 പേരായിരിക്കും സമിതിയിൽ ഉണ്ടാവുക. ISRO മുൻ ചെയർമാനും മലയാളിയുമായ S സോമനാഥും ടീമിലുണ്ടാകും. फ्रेंड्स, विद्यार्थियों के भविष्य के लिए भारत सरकार लगातार अनेकविध कदम उठा रही है. പരീക്ഷാ തട്ടിപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റയിലൂടെ അറിയിച്ചു. പരീക്ഷകളുടെ വിശ്വാസ്യതയും സുതാര്യതയും നിലനിർത്തുക, പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരമാവധി ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ പരിഷ്കാരങ്ങൾ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സമൂല മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം. രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത സുഹൃത്തുക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി സർക്കാർ ഇതിനകം നിരവധി കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ തട്ടിപ്പുകളിൽ ഏർപ്പെട്ടവർ ജയിലിലാണെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരീക്ഷാ സമ്പ്രദായത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ കടുത്ത ശിക്ഷാ വ്യവസ്ഥകളടങ്ങിയ പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ വിശ്വാസ്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനകം 5 മില്യണിലധികം പേരാണ് വീഡിയോ കണ്ടത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.